ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ട് മുൻ ഇന്ത്യൻ കോച്ചായിട്ട് രവി ശാസ്ത്രി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഋഷഭ് പന്ത് ഇപ്പോൾ നിലവിൽ ടി20യിൽ വളരെ മോശം പ്രകടനമാണ്, IPLിലെല്ലാം വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഋഷഭ് പന്ത് അത്യാവശ്യമായിട്ട് ഒരു ബ്രേക്ക് എടുക്കേണ്ടതുണ്ട്. IPLിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് ഋഷഭ് പന്തിന് വേണ്ടി വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് ഋഷഭ് പന്തിന് തന്നെ തിരിച്ചടിയായേക്കും. ടി20 ടീമിൽ ഇനി ഋഷഭ് പന്തിനെ പരിഗണിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ കോച്ചായിട്ട് രവി ശാസ്ത്രി. നമുക്കറിയാം, ഋഷഭ് പന്ത് നിലവിൽ IPLിൽ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 27 കോടി രൂപ മുടക്കി ലക്നൗ സൂപ്പർ ജയൻസ് ടീമിലെത്തിച്ച താരമാണ് ഋഷഭ് പന്ത്. ക്യാപ്റ്റൻസിയിലും വളരെ മോശം പ്രകടനമാണ് താരത്തിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ റോയൽസ് ആവട്ടെ ഈ ഒരു സീസണിൽ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രാജസ്ഥാൻ റോയൽസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള അടുത്ത മത്സരത്തിൽ സഞ്ജു സാംസൺ കളിച്ചേക്കും. അദ്ദേഹമായിരിക്കും ടീമിന്റെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യുക എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇഞ്ചറിയിൽ നിന്ന് ഫുള്ളി റിക്കവറി ആയിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു മത്സരത്തിന് വേണ്ടി സെലക്ഷന് വേണ്ടി അവൈലബിൾ ആയിരിക്കും എന്നുള്ള വാർത്ത പല മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും സഞ്ജു സാംസൺ മടങ്ങി വരുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ സഞ്ജുവിന് പരിക്കേൽക്കുന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് കളിച്ചിട്ടില്ല. അതിനുശേഷം തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നു. പരാഗ് തന്നെ പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ മത്സരത്തിന് ശേഷം സഞ്ജു ഇല്ലാത്തത് ഒരു വലിയ ലോസ് തന്നെയാണ് ടീമിന്. അത് ടീമിന്റെ പെർഫോമൻസിലൊക്കെ ബാധിച്ചു എന്നുള്ള കാര്യം ദ്രാവിഡ് അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള മത്സരത്തിൽ സഞ്ജു സാംസൺ മടങ്ങി വരുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നിലവിൽ ടീമിന് പ്ലേ ഓഫിൽ എത്താൻ ഇനിയൊരു ചാൻസ് ഒന്നുമില്ല. ഏതായാലും പിന്നെ 2 മത്സരങ്ങൾ വിജയിച്ച് ഈ ഒരു IPL ക്ലോസ് ചെയ്യാനായിരിക്കും രാജസ്ഥാൻ ടീമിന്റെ ഒരു ആഗ്രഹം എന്നുള്ളതായിരിക്കും. ഏതായാലും ഈ 2 അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.